ഇടിപൊളി ഗ്യാങ്ങുകളല്ല, ഒരു ടീ ഷോപ്പ് അങ്ങനെയാണ്. അങ്ങനത്തെ അതല്ല, അത് പാവടികളാണ്. ഈ പറഞ്ഞ ടീ ഷോപ്പും അതിനകത്ത് നടക്കുന്ന കുറേ രസകരമായ സംഭവങ്ങളൊക്കെ ആയിട്ട് രസമാണ്. ഷാജി കൈലാസാറിന്റെ മോൻ റൂഷിൻ, അനുചേച്ചി, അവരുടെ മൂന്നാമത്തെ മകനാണ് മെയിൻ. അവരുടെ വേറൊരു പടം ഉണ്ട്, താക്കൂർ എന്ന പടത്തിൽ ചെറിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് വന്നത് ഫസ്റ്റ് പടം ഇതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവനും ഇതുപോലെ തന്നെ ഭയങ്കര പാവം മനുഷ്യൻ, നമ്മളൊക്കെ ഉപയോഗിക്കണ സ്മൂത്തായിട്ട് പോകണു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. ഇപ്പൊ ഓരോ കാലഘട്ടത്തിലെ ഓരോ പരിപാടികളാണല്ലോ. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സിനിമയിലാണ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അടുത്ത് നമ്മൾ അങ്കമാലി ഡയറീസിൽ കുഞ്ഞുട്ടിയായിട്ടാണ് എല്ലാവരും പറയണത്. ആ മൂടാണ് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന്. കുറെ പടങ്ങൾ കഴിഞ്ഞാലും എവിടെ ചെന്നാലും മലപ്പുറത്തൊക്കെ ചെന്നാലും അതേ കുഞ്ഞുട്ടി എന്നുള്ള രീതിയിലാണ് അവർ അറിയണത്. ഈ അങ്കമാലി ഡയറീസ് എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ അറിയണത്. ഒന്നും പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു പടം, അത് നമ്മുടെ അങ്കമാലി ആ പരിസരത്തൊക്കെ ആൾക്കാർ അറിയപ്പെടുന്ന ഒരു പടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് സെപ്റ്റംബർ 13 റിലീസാവുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രിയങ്കരനായ സിനോജനോ നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാജിക് മീഡിയ. ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ, അടിപൊളിയായിട്ട് പോകുന്നു. ഓണം വരാണ്. അതെ അതെ. ഓണത്തിന്റെ എന്തെങ്കിലും ചെറിയൊരു ഓർമ്മ? ഓണത്തിന്റെ ഓർമ്മകളൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇപ്പോഴും നോസ്റ്റാൾജിയാണല്ലോ. ഓണപ്പൂട്ട് തുടങ്ങിയിട്ട് ആഘോഷമില്ലേ, സ്കൂൾ ലൈഫ് തുടങ്ങി നമുക്ക് ഓണം ക്രിസ്മസ് ഒക്കെ ജീവനല്ലേ. അപ്പൊ ഈ തവണത്തെ ഓണം കുറച്ചുകൂടി സ്പെഷ്യലാണ്, നമ്മുടെ സിനിമ റിലീസ് ആവുന്നത് പറഞ്ഞോണം. അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമായത്? ഈ പറഞ്ഞ ഷെബി ഷൗക്കത്തിന്റെ ബോബി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ബോബി. ബോബി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാക്കിപ്പട എന്ന് പറഞ്ഞ പടത്തിലും പുള്ളി നമ്മളെ വിളിച്ചിരുന്നു. ഈ പടത്തിലും നമുക്ക് ചെറിയ പടങ്ങളാണെങ്കിലും പുള്ളി നമുക്ക് ഒരു വേഷം തരാറുണ്ട്. അപ്പൊ ഇതിലൊരു ക്യാരക്ടർ പ്രേമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ആ ടീമിന്റെ ഒരു ഗ്യാങ് ആണ് ഞങ്ങള്. ആ ഗ്യാങ്ങിലാണ്. ഈ പറഞ്ഞ ഇടിപൊളി ഗ്യാങ്ങുകളല്ല, ഒരു ടീ ഷോപ്പ് അങ്ങനെയാണ്. അങ്ങനത്തെ അതല്ല, അത് പാവടികളാണ്. ഈ പറഞ്ഞ ടീ ഷോപ്പും അതിനകത്ത് നടക്കുന്ന കുറേ രസകരമായ സംഭവങ്ങളൊക്കെ ആയിട്ട് രസമാണ്. ഇല്ല, കുറെ പ്രാരാബ്ദങ്ങളും അതിനങ്ങനെ റിക്കവർ ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരു പണ്ടത്തെ കോമഡി പടങ്ങളിലൊക്കെ പോലെ തമാശയാണ്. അതെ 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 അതെ, തമാശയാണ്. എന്നാലും ഒരു ഫാമിലിയൊക്കെ ഉള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ്. എന്നാലും കോമഡിക്ക് ഒരു പഞ്ഞില്ല. സുകുമാരക്കുറുപ്പായിട്ട് വരുന്നത് നമ്മുടെ അബു സലീമൊക്കെയാണ്. അതൊക്കെ എൻ്റെ ഫസ്റ്റ് പടമാണ് പുള്ളിയായിട്ടുള്ള. നമ്മളൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചത് റഫായിരിക്കുന്നുള്ള, പക്ഷെ ഭയങ്കര പാവം മനുഷ്യന്മാരാണ്. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. തിരുവനന്തപുരത്ത്. അതുകൂടാണ്ട് പ്രത്യേകത നമ്മുടെ ഷാജി കൈലാസാറിന്റെ മോൻ റൂഷിൻ, അനുചേച്ചി, അവരുടെ മൂന്നാമത്തെ മകനാണ് മെയിൻ. അവരുടെ വേറൊരു പടം ഉണ്ട്, താക്കൂർ എന്ന പടത്തിൽ ചെറിയ റോൾ ഉണ്ടായിരുന്നു. പക്ഷെ മെയിനായിട്ട് വന്നത് ഫസ്റ്റ് പടം ഇതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവനും ഇതുപോലെ തന്നെ ഭയങ്കര പാവം മനുഷ്യൻ, നമ്മളൊക്കെ ഉപയോഗിക്കണ പറഞ്ഞാണ്. അല്ല, മനസ്സുകൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോ അങ്ങനെ താര ഫാമിലി എന്നൊക്കെ വരുമ്പോൾ ജാടയൊക്കെ ഉണ്ടാവില്ല. വളരെ പാവം ഗടികള്. നമ്മളൊക്കെ അങ്ങനെ പുതിയ പിള്ളേരെയൊക്കെ അങ്ങനെ കണ്ടുപഠിക്കണം. വീട്ടിൽ പറയാറുണ്ട് നമ്മൾ. ഒരുപാട് വർഷമായി നമ്മുടെ സിനിമാ മേഖലയിൽ വന്നിട്ട്. ഒരുപാട് വർഷം എന്ന് വെച്ചാൽ ഒരു 7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 8 വർഷം. അതെ 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 അതെ. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? സ്മൂത്തായിട്ട് പോകണു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. ഇപ്പൊ ഓരോ കാലഘട്ടത്തിലെ ഓരോ പരിപാടികളാണല്ലോ. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സിനിമയിലാണ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇതുവരെ ചെയ്ത സിനിമകളിലെ ഏറ്റവും ഫേവറേറ്റ് ഒരു സിനിമ ഏതാണ്? എനിക്ക് എല്ലായിടത്തും നമ്മൾ അങ്കമാലി ഡയറീസിൽ കുഞ്ഞുട്ടിയായിട്ടാണ് എല്ലാവരും പറയണത്. ആ മൂടാണ് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന്. കുറെ പടങ്ങൾ കഴിഞ്ഞാലും എവിടെ ചെന്നാലും മലപ്പുറത്തൊക്കെ ചെന്നാലും അതേ കുഞ്ഞുട്ടി എന്നുള്ള രീതിയിലാണ് അവർ അറിയണത്. വേറെ പടങ്ങൾ ഫസ്റ്റ് പടം തന്നെ അങ്ങനെ കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ അതിന്റെ ഒരു ഇപ്പത്തെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ആ അങ്കമാലി ഡയറീസ് അഭിനയിച്ചു, ഇപ്പൊ നിക്കണം നമ്മളിപ്പോ 8 വർഷത്തിന് ശേഷം സുകുമാരക്കുറുപ്പ് റിലീസാണ്. അന്നത്തെ ആ പുതിയ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതിപ്പോഴും സ്റ്റില്ലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ അടുത്ത ഇന്റർവ്യൂ വന്നിടത്തും ചെറിയ ടെൻഷൻ ഉണ്ടാവും. അത് വേണം,
അങ്ങനെ കുറച്ച് പേടിക്കില്ലെങ്കിൽ എങ്ങനെ നടക്കാം. എന്തിനാ നമ്മള് അതെ 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 അതെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പുതിയ ആൾക്കാരായിരിക്കുമല്ലോ. അതെ അതെ അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷൻ എപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞോണം ഓരോന്നും കഴിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തല്ലേ പറഞ്ഞത്. ശരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് നാടകത്തിലോ ഒന്നുമില്ല. ഒന്നുമില്ല. ജീവിതത്തിൽ ഭയങ്കര നാടകമായിരുന്നു. ജീവിതത്തിൽ അങ്ങനെ അത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയാണ് സിനിമ എന്നുള്ളൊരു ആഗ്രഹം? പറഞ്ഞ ലിജോ ജോസ് പല്ലിശ്ശേരി, ചെമ്പൻ വിനോദൊക്കെ നമ്മൾ കൂട്ടുകാരാണ്. കൂട്ടുകാരായിരുന്നു. അങ്ങനെ ബേസിൽ വന്നതാണ്. നമ്മളവിടെ ഒരു ഹോട്ടലും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്തുമെന്നൊരു പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായില്ലല്ലോ. ഈ പറഞ്ഞ സിനിമയൊക്കെ നമുക്ക് എവിടെ അപ്രാപ്യം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നു, സിനിമകൾ വരാനിരിക്കുന്നു. അത് രസമുണ്ട്, മൂടാണ്. അപ്പോൾ ഒരുപാട് മലയാള സിനിമകൾ ഇപ്പോൾ റിലീസാവുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ സിനിമകളൊക്കെ റിലീസാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേപോലെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടാറില്ല, അല്ലെങ്കിൽ ആളുകൾ കാണാൻ വരാറില്ല എന്ന് തോന്നുന്നുണ്ടോ? ഓ, അത് സത്യമായ കാര്യമാണ്. ഈ പറഞ്ഞോളും നമ്മൾ തന്നെയായാലും തിയേറ്ററിലൊക്കെ എന്തോരം പടങ്ങൾ ഇറങ്ങണം, എല്ലാ പടവും നമ്മൾ പോയി കാണണമല്ലോ. ഒരു സാധാരണ പ്രശ്നം വെച്ചാൽ എല്ലാ സിനിമകളും പോകാൻ പറ്റാറില്ല. എന്തെങ്കിലും ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ ടപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആ പടങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം എന്തെങ്കിലും നല്ല പരിപാടികൾ ഇല്ലാണ്ട് പടങ്ങളൊന്നും വിജയിക്കില്ല. ഇപ്പം എത്ര ഇൻ്റർവ്യൂ എടുത്താലും എത്ര പോസ്റ്ററുകൾ ഇറക്കിയാലും പടത്തിൽ നല്ലതുണ്ടെങ്കിൽ ആൾക്കാർ കാണും, അതല്ലെങ്കിൽ എത്ര നമ്മൾ കാണിച്ചാലും കാര്യമില്ല. നമ്മുടെ ഈ സുകുമാരക്കുറിപ്പ് അല്ലെങ്കിൽ ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകന് വന്ന് കാണാനായിട്ട്? ഞാൻ പറയുന്നത് കുറേ പടങ്ങൾ ഇറങ്ങുന്ന ദിവസങ്ങളാണ്. സെപ്റ്റംബർ 13 വലിയ പടങ്ങൾ, നമ്മുടെ ആൻഡ്രീൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ അനിയൻ്റെ പടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ നമുക്ക് വലിയ ഹെവി ആയിട്ട് ഒന്നും ഭയങ്കര ഒരു വലിയ പടമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചെറിയൊരു പടം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു പടത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഓണത്തിന് ഈ പടം കൂടി കാണണം. തിയേറ്ററിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകന് കിട്ടുന്ന ഒരു സന്തോഷം. ഒരു കോമഡി മൂഡാണ് പടം. അപ്പോൾ അബു സലീമിക്കാനൊക്കെ നമ്മളങ്ങനെ ഫുൾ ത്രൂ കോമഡി ആയിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഒട്ടുമിക്ക കോമഡി തന്നെ ആൾക്കാർ, ജോണി ചേട്ടനുണ്ട്, ടിനി ചേട്ടനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ടീച്ചർ പറയുന്നതായിരുന്നു നമ്മുടെ കേരളം കണ്ടുപിടിച്ചെന്താണ് പിണറായി വിജയൻ, ആ ഒരു രീതിയിലുള്ള തമാശകൾ അങ്ങനത്തെ. അല്ലാണ്ട് രാഷ്ട്രീയക്കാരെന്ന് കുറ്റം പറയണതോ അതൊരു ഒറ്റ സീനിൽ മാത്രമല്ല, എന്ന രീതിയിലുള്ളതൊന്നുമല്ല. ഒന്നുമില്ല. അത് പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ പറഞ്ഞു പോണതാണ്, അല്ലാണ്ട് സാറ്ററിക്കലെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഈ മലയാള സിനിമയിൽ മലയാളം ഓഡിയൻസുകൾ നമ്മുടെ മലയാള സിനിമകൾ കാണാതെ ഇപ്പൊ അന്യഭാഷ ചിത്രങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴത്തെ വരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? ഇപ്പൊ അവരെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ കണ്ടന്റുകൾ നമ്മുടെ മലയാള സിനിമയിൽ വരാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കാം. ഈ പറഞ്ഞോണം പണ്ടും തമിഴ് പടങ്ങളൊക്കെ വന്നു നമ്മൾ ഒട്ടുമിക്ക തമിഴ് പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അത് കൂടി തെലുങ്ക് പടങ്ങളും അതുവരൊക്കെ. പണ്ട് തമിഴ് മാത്രമാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അത് ഈ പറഞ്ഞോണം അങ്ങനത്തെ ഒരു വേവാണല്ലോ. ഈ പറഞ്ഞ എല്ലാം അഫോർഡബിളാണ് നമുക്ക്. പണ്ട് അങ്ങനെയില്ല. ഏതെങ്കിലും 2-3 നടന്മാരുടെ പടങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനും മെയിൻ തിയേറ്ററുകളൊക്കെ വരുള്ളൂ. ഇതും അവിടുത്തെ ചെറിയ ഗ്രൂപ്പുകൾ ഇടുന്ന പടം പോലും നല്ലതാണെങ്കിൽ ഇപ്പോൾ ടപ്പ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാമല്ലോ. അങ്ങനെ കോവിഡിന് ശേഷമാണ് ഇപ്പോൾ തോറും പുതിയ നമ്മുടെ മക്കൾക്ക് എല്ലാ പടം കൊറിയൻ എല്ലാ പടങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാം. വല്ല ആൾക്കാരൊക്കെ എവിടെ വല്ല VCRലൊക്കെ വല്ല. അതാണ് എല്ലാം പ്രാപ്യമായ ഒരു കാലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. നല്ല പടങ്ങളൊക്കെ വിജയിക്കുന്നേ. ഇപ്പോൾ അല്ലെങ്കിലും ഭാവിയിലൊക്കെ അത് വിജയിക്കും. ഇപ്പോൾ ചില പടങ്ങളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ അന്ന് എങ്ങനെ എടുത്തതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അന്ന് അത്ര ബുദ്ധി ഉപയോഗിച്ച് അവർ ചെയ്തേക്കുന്നത്, എന്നാലും അത് വിജയിക്കും, സത്യമൊക്കെ ജയിക്കും. ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഇനി ഇപ്പോൾ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല ക്രൂസിൻ്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. പുതിയ പടങ്ങൾ ആൾക്കാരുടെ കൂടെ പണ്ടൊരു ആരാധനയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല ആരോടെങ്കിലൊക്കെ. അതെ അതെ അതെ. ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാ മലയാളികൾക്കുള്ള പോലെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് അഭിനയിക്കണമെന്നും ഇതൊക്കെ ഇങ്ങനെ ഇത്ര അടുത്തിരുന്നൊക്കെ സംസാരിക്കണം എന്നൊക്കെ. അത് നടക്കട്ടെ. ഞാൻ പറഞ്ഞ അഭിനയിച്ചിട്ടില്ല, കൂടെ അഭിനയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാ ആൾക്കാർക്ക് പോലെ തന്നെ വലിയ വലിയ നടന്മാരോടൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ, സിനിമയിലുള്ളവർക്കും ഇല്ലാത്തവർക്കും. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞോണം. അങ്ങനെ സ്വപ്നം കണ്ടാലേ നടക്കുള്ളൂ എന്ന് വെച്ചിട്ട് ഈയിടെയായിട്ട് അങ്ങനെ സ്വമേധയാ സ്വപ്നം കാണുന്നുണ്ട്. ഈ
തമിഴിലെ മെയിൻ കളികളിലൂടെ ഒക്കെ അഭിനയിക്കുന്നതും. ഞാൻ ചോദിക്കാൻ പറയാം, ഇപ്പൊ മലയാള സിനിമയിൽ മാത്രമല്ലാതെ അതെ, 2 തമിഴ് പടങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് എന്തോ റിലീസായിട്ടില്ല. ഇതുവരെ റിലീസ് ആയിട്ടില്ല. ചെറിയ പടങ്ങളാണ്. എന്തായാലും കൂടുതൽ വേഷങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സിനിമയാണോ ഈ പറഞ്ഞ അങ്കമാലി ഡയറീസ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു പുതിയ കിളികളെ വെച്ചിട്ട് അവിടെ ചെയ്തതാണ്. പക്ഷെ അത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് നടപടി ഇല്ലാത്തതുകൊണ്ടോ പടം നടന്നില്ല. ഈ പറഞ്ഞ ഈ അങ്കമാലി ഡയറീസ് എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ അറിയണത്. അത് പ്രതീക്ഷിച്ചിരുന്നു, ആ ഒരു സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു ഇത്രത്തോളം? ഒന്നും പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു പടം, അത് നമ്മുടെ അങ്കമാലി ആ പരിസരത്തൊക്കെ ആൾക്കാർ അറിയപ്പെടുന്ന ഒരു പടമായിരിക്കും വിചാരിച്ചു. പക്ഷെ അത് അത്യാവശ്യം കൊണ്ട് കേരളത്തിലെ ഒരു ട്രേഡ് മാർക്കായി മാറി. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൂഡായി. ഒരു നാച്ചുറൽ, മൊത്തത്തിൽ എന്താ പറയുക, നാച്ചുറാലിറ്റി കൊണ്ടുള്ള ഒരു അയ്യരുകളിയാണ്. അതിനകത്ത് നമുക്ക് അത് നന്നായിട്ട് അറിയാലോ, നാച്ചുറാലിറ്റി. അപ്പൊ അത് ഇപ്പോൾ അങ്ങനെ ചെയ്തു പോയി. അപ്പൊ ഇനിയിപ്പോ എന്താണ് കൂടുതൽ സിനിമകൾ ഏതൊക്കെയാണ് വരാനുള്ളത്? ഇനിയിപ്പോൾ ഒരു 3-5 പടങ്ങൾ മൊത്തം കഴിഞ്ഞിരിക്കണം. അർജുൻ അശോകൻ്റെ പടം, ധ്യാൻ ശ്രീനിവാസിൻ്റെ പടം, വിനായകൻ ചേട്ടൻ്റെ പടം, പിന്നെ ജാഫർക്കയുടെ പടം. ഞങ്ങൾ 3-5 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോംബോ ആണ്. പുള്ളി പേഴ്സണലി ഭയങ്കര കൂട്ടാണ്. ഇപ്പോൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ അങ്കമാലിലൊക്കെ കയറിയിട്ടൊക്കെ പോകാറുള്ളൂ. പണ്ട് ഇവരൊക്കെ നമുക്ക് കാണുന്ന ആഗ്രഹമായിരുന്നില്ലേ? അപ്പൊ അവരൊക്കെ നമുക്ക് അടുത്ത കമ്പനിക്കാരായില്ലേ? അതൊക്കെ തന്നെ രസമാണ് ഈ പറഞ്ഞോണം. ഇനിയിപ്പോ നമ്മുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? അച്ഛനോട് പറഞ്ഞ പോലെ തന്നെ വലിയ പടങ്ങൾ കുറേ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പടമാണ് കുഞ്ഞു പടം. അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കോമഡി പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ചിരിച്ചു മറിഞ്ഞില്ലേലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ പടത്തിനൊന്ന് എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. ഓണത്തിൻ്റെ തിരക്കിൻ്റെ കഴിഞ്ഞിട്ട് ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കുറേ പുതിയ പിള്ളേരുണ്ടല്ലോ, നമ്മളും പുതിയ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. അല്ല, ഞാൻ പറയാണ്, ഓരോ പടത്തിലും നമ്മൾ പുതിയ ആൾക്കാരില്ലേ? പ്രേക്ഷകരില്ലെങ്കിൽ നമ്മളേ ഇല്ലല്ലോ. പ്രേക്ഷകരാണ് ശരിക്കും പറഞ്ഞ ഉറപ്പല്ലേ നമ്മൾ പ്രേക്ഷകരാണ്. ഈ പറഞ്ഞ സിനിമ ഉണ്ടെങ്കിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ കേട്ടോ. സിനിമ തന്നെയാണ് ആഗ്രഹം. ലോകത്തിലെ ഇത്ര നല്ല പണി വേറെ ശരിയാ, സിനിമയിൽ ആ ഒരു നമ്മളെ ഒരു ഇതായി കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ തോന്നുന്നു. അതെ, എന്തായാലും ചെറിയ സൈഡ് പരിപാടികളൊക്കെ നോക്കണുണ്ട്. ഒക്കെ നടക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആയിക്കോട്ടെ. ശരി.